വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് സോസേജ് വെച്ചിട്ടൊരു പാസ്തയാണ് തയ്യാറാക്കാൻ പോണത്. ഒരു കപ്പ് സോസേജ് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ പീസായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഒരു പാക്കറ്റ് പാസ്തയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഷേപ്പിലുള്ള പാസ്തയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ പല ഷേപ്സുള്ള നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ ഈ ഒരു നൂഡിൽസ് ഷേപ്പുള്ള പാസ്തയാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് 2 ടൊമാറ്റോ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ശേഷം 2 മീഡിയം സൈസ് സവാള ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത്. ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞതാണ് ഞാൻ സവാള എടുത്തത്. പിന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഓയിലുള്ളത് അത് യൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചില്ലി പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, ചിക്കൻ മസാല, ഗരം മസാല, ടർമറിക് പൗഡർ, ഇത്രയാണ് ആവശ്യം. നമുക്ക് പാൻ ഒന്ന് ചൂടാവാൻ വെക്കാം. പാൻ ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ സോസേജ് ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സോസേജ് ഓൾറെഡി കുക്ക്ഡായ സാധനമാണ്, അപ്പോൾ അധികം കുക്കാവേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്യണം. ഇതിലേക്ക് അല്പം ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും ഉപ്പ് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ആഡാക്കി കൊടുക്കാം. ഇതുപോലെ ഈ ഒരു കളറായി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഈ സവാള വഴന്ന് വരുവോളം നന്നായിട്ട് മിക്സ് ചെയ്യാം. സവാളയുടെ പച്ചമണമൊക്കെ പോകുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക. അതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സവാളയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ടൊമാറ്റോയുടെ പച്ചമണം പോണത് വരെ നന്നായി വഴറ്റി കൊടുക്കുക. നേരത്തെ മിക്സ് ചെയ്ത പോലെ തന്നെ നന്നായി മിക്സ് ചെയ്യണം. അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ ഒരു പച്ചമണം പോണത് വരെ വഴറ്റണം. ഇതാ നമ്മളെ ഉള്ളിയും അതുപോലെ ടൊമാറ്റോയും സോസേജും എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ആ ഒരു പച്ചമണമൊക്കെ മാറി എല്ലാം നല്ല മിക്സായി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് നമ്മളെല്ലാ പൊടികളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. ആ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം പോണത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യണം. എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാ നമുക്ക് ഇതുപോലെ നന്നായി മിക്സായി എല്ലാ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ പോയിട്ട് നന്നായി മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഈ ഒരു പരിവായിട്ടുണ്ട്. നമുക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്യുക. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക.
ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മല്ലിയില ആഡ് ചെയ്തത്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതാ ഇതുപോലെ നന്നായിട്ട് ഞാൻ മിക്സാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ എടുത്തു വെച്ച പാസ്ത ഞാൻ വേവിച്ച് വെച്ചിരുന്നു. അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സാക്കി എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. സിമ്പിളാണ്. സോസേജ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ സിമ്പിൾ പാസ്ത റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കാം. ഇഷ്ടപ്പെട്ടാൽ തയ്യാറാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്. സിമ്പിളായിട്ട് നമുക്ക് സോസേജ് വെച്ച് ഇങ്ങനൊരു റെസിപ്പി തയ്യാറാക്കി എടുക്കാം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. Where you look